ഹലോ ഗെയ്സ്, നമ്മൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്ക് ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്തൊക്കെ വേണമെന്ന് പോലും അറിയത്തില്ല. ആദ്യമായിട്ട് മെയിനായിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വെള്ളം വേണം, അതുപോലെ ഇച്ചിരി പാല് വേണം, അതുപോലെ കുറച്ച് തേയില, കുറച്ച് പഞ്ചസാര. പിന്നെ നമ്മൾ വീട്ടിൽ അത്യാവശ്യമുള്ള ഒരു വെള്ളം ചൂടാക്കാൻ പറ്റിയൊരു പാത്രം വേണം, അതുപോലെ ഒരു മെഷ് വേണം, പിന്നെ ഒരു ടീസ്പൂൺ വേണം, പിന്നെ ചായ ആറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വേണം. നമ്മൾ ഗ്യാസ് എല്ലാ വീട്ടിലും ഉണ്ടാവും. ഒരു ഗ്യാസ് അടുപ്പിൻ്റെ അകത്ത് ഒരു പാത്രം, വെള്ളം തിളപ്പിക്കാൻ പറ്റിയിട്ടുള്ള പാത്രം വയ്ക്കുക. അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മൾ 2 പേർക്കുമുള്ള ചായയാണത്. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇച്ചിരി സമയം കൊടുക്കുക. തിളച്ച് വരണ സമയത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചേക്കുക. അതായത് മെയിനായിട്ട് പഞ്ചസാര, തേയില. അതിൽ ആദ്യം വേണ്ടത് തേയിലയാണ്. തേയില നമുക്ക് 2 ഗ്ലാസ്സിന് വേണ്ടി 1 ടീസ്പൂണിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തേയില ഉപയോഗിക്കുക. നമ്മൾ റെഡ് ലേബലിൻ്റെ തേയിലയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പോഴത്തേക്ക് ഒരുപാട് കളറും ഇല്ല, അത്യാവശ്യം കടുപ്പവും കിട്ടും. ആ രീതിക്ക് നമ്മൾ റെഡ് ലേബലിൻ്റെ തേയിലയാണ് യൂസ് ചെയ്യാറുള്ളത്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് തന്നെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് നമ്മൾ ടീസ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് അത് തിളയ്ക്കും. കാരണം വെള്ളം ഓൾറെഡി തിളച്ചിട്ടാണല്ലോ തേയില ഇടുന്നത്. അതിൽ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ച് ടീസ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പാല് അതിൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇനിയിപ്പോൾ പാൽ ഒഴിച്ച് പിന്നെ പെട്ടെന്ന് അത് തിളച്ച് പൊങ്ങും. കാരണം പാലും കൂടി ഒന്ന് ഇത് ഹീറ്റായി വന്നാൽ മതി. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അത് ഹീറ്റായി വരും. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലല്ലോ, നമുക്ക് 2 ചായക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നോക്കി നിൽക്കുക, പെട്ടെന്ന് തന്നെ തിളച്ചിങ്ങി പൊങ്ങി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ തിളച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, പാല് കാച്ചുന്ന സമയത്തേക്ക് പാല് നമ്മൾ അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഒരു പാത്രം, ഒരു ഗ്ലാസിൻ്റെ അകത്ത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ തിളച്ച് വന്ന പാല് എല്ലാം കൂടെ ഉള്ള ചായ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഷ് വെച്ചിട്ട് അതായിരിക്കുക നന്നായിട്ട്. കാരണം തേയിലപ്പൊടിയൊന്നും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇതല്ല. അതുകൊണ്ട് തേയില തൊത്ത് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മെഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചായ റെഡി. ചായ അത്യാവശ്യം കടുപ്പമുണ്ട്, അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ കുടിച്ച് നോക്കാൻ മറക്കരുത്. നമ്മൾ വച്ചിരിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഒന്ന് ഒഴിച്ച് നോക്കുക. കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ, അതേപോലെ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തത് മുട്ട പൊരിക്കാനാണ് വരുന്നത്.